ആലപ്പുഴയിലെ കരുവാറ്റയിൽ 13 വയസ്സുകാരിയും സുഹൃത്തുക്കളും സ്വന്തം മുത്തശ്ശനെ കൊലപ്പെടുത്തിയ വിവരം മനുഷ്യമനസാക്ഷി ആകെ ഞെട്ടിച്ചതാണ്. സാധാരണ നിലയിൽ കൗമാരക്കാർ ഇത്തരം കേസുകളിൽ പ്രതികളാകുമ്പോൾ എന്തൊക്കെയാണ് ശിക്ഷാരീതികൾ, നിയമത്തിൻ്റെ ഏതൊക്കെ പരിഗണന ഇവർക്ക് കിട്ടും തുടങ്ങിയ കാര്യങ്ങളിൽ അഡ്വക്കേറ്റ് നിതിൻ സി മലയാളം ന്യൂസിനൊപ്പം ചേരുന്നു. ഇപ്പോൾ ഒരു കൗമാരക്കാരിയും തൻ്റെ സുഹൃത്തുക്കളും കൂടിയാണ് സ്വന്തം മുത്തച്ഛനെ കൊലപ്പെടുത്തിയത്. ഇത്തരം കേസുകളിലെ ഒരു ശിക്ഷാരീതിയും മറ്റ് നടപടികളും എങ്ങനെയാണ്? സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ജനങ്ങളും അറിഞ്ഞൊരു കേസായിരിക്കും കരുവാറ്റയിലേത്. സോ ഇങ്ങനെയുള്ള കേസുകളിൽ 18 വയസ്സിന് താഴെയുള്ള കൗമാരക്കാരെ ജുവനൈൽ ജസ്റ്റിസിന് മുമ്പിൽ ഹാജരാക്കും. ജുവനൈൽ നടപടികളുണ്ടാവും. എന്നാൽ ജുവനൈൽ നടപടികൾ മാത്രമല്ല അവർക്കെതിരെ ഉണ്ടാകുക. കാരണം അവർ ചെയ്ത ആ ഒരു കുറ്റത്തിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ ഗ്രാവിറ്റി എത്രയാണോ അത് കണക്കിലെടുത്തതായിരിക്കും അവർക്കെതിരെയുള്ള നെക്സ്റ്റ് പ്രൊസീഡിങ്സും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. പറയുകയാണെങ്കിൽ 16 തൊട്ട് 18 വയസ്സിന് ഇടയിലുള്ളൊരു യുവാവ് അല്ലെങ്കിൽ ഒരു കൗമാരക്കാരിയോ കൗമാരക്കാരനോ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആദ്യം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ ഒരു അസസ്മെൻ്റ് ഉണ്ടാകും. അത് ക്രൈമിൻ്റെ ഗ്രാവിറ്റി ഏകദേശം 2012 നിർഭയ കേസിന് ശേഷമാണ് ഇങ്ങനെ ഒരു തസ്തികയിലേക്ക് ജുഡീഷ്യറിക്ക് വരേണ്ടി വന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കേസുകളും അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ നമ്മളെന്നും ഉറ്റുനോക്കുന്ന കാര്യങ്ങളും വളരെ ഡിഫറെൻ്റാണ്. നമ്മുടെ ഒരു ഒരു കാലഘട്ടവുമായി നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നോക്കുമ്പോൾ ഉള്ള ക്രൈമിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളും അതുപോലെ തന്നെ എല്ലാം എങ്ങനെയൊക്കെയാണ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കേണ്ട സമയമാണ്. അതുമാത്രമല്ലാതെ ഇങ്ങനെ ഒരു കേസിൽ അകപ്പെടുന്ന ഒരു വ്യക്തിയെ അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ജുഡീഷ്യൽ ബോർഡിൻ്റെ ഒരു അസസ്മെൻറ്റിന് ശേഷം സെക്ഷൻസ് കോടതികളിലേക്ക്, ജില്ലാ കോടതികളിലേക്ക് കൈമാറുകയാണ്. എന്ന് വെച്ച് ഇവർക്കൊരു തൂക്ക് കയറോ അല്ലെങ്കിൽ ഒരു ജീവപര്യന്തം പരോളില്ലാത്ത തടവോ ഒന്നും തന്നെയല്ല. 21 വയസ്സ് വരെ അവർ ആ സെപ്പറേറ്റ് ജയിലിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഒരു മൈനർ എന്ന പരിഗണനയിലല്ല ആ പ്രൊസീഡിങ്സ് പോവുക. സാധാ ഒരു 18 വയസ്സിന് ശേഷം പ്രായമുള്ള ഒരാൾ ചെയ്ത ഒരു ക്രൈമിൻ്റെ ഗ്രാവിറ്റിയിലേക്ക് ഇത് മാറും. കാരണം കൊലപാതകമോ കൂട്ടബലാത്സംഗമോ പോലെയുള്ള കേസുകൾക്കാണ് ഇത്തരം നടപടികൾ വരുന്നത്. സോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ബിഫോർ യു ഡൂയിങ് സംതിങ് തിങ്ക് വൺസ് അഗെയിൻ. അല്ലാതെ ഇങ്ങനെയുള്ള കേസുകൾ മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും അധ്യാപകരുടെയും ശ്രദ്ധ വളരെ വലുതാണ്. കാരണം അധ്യാപകർ കുറച്ചും കൂടി ഇങ്ങനത്തെ വിഷയങ്ങളിലേക്ക്, ഈ 18 വയസ്സിന് മുമ്പുള്ളവരെല്ലാം മൈനറാണ്, നമ്മൾ എന്ത് ചെയ്താലും സമൂഹത്തിൽ നമുക്കൊരു പരിഗണനയുണ്ടെന്നുള്ളത് തെറ്റാണ്. നിയമം വളരെ വൈഡായിട്ടാണ് തിങ്ക്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.